ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മളുടെ ജയ്പൂർ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നതെന്നല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഒരു 7:15 നമ്മൾ അമീർ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. അമീർ ഫോർട്ട് ഇത് അമീറിലാണ്. അമീർ ഫോർട്ട് ജയ്പൂരിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് അമീർ ഫോർട്ട്. അപ്പോൾ അമീർ ഫോർട്ട് ഒരു 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ അമീർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൂടാതെ വലിയ മലയുടെ മുകളിലാണ് ഈ അമീർ ഫോർട്ട്. ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റുകളുടെ ഇടയിൽ, നമ്മുടെ ഹവാമഹലിൽ ലൈറ്റിൻ്റെ ഇടയിൽ നിന്ന് അമീർ ഫോർട്ടിൻ്റെ ലൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ഹിൽ ഏരിയയിലാണ് അമീർ ഫോർട്ട് ഉള്ളത്. അപ്പോൾ അമീർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണെങ്കിൽ വലിയൊരു തടാകമുണ്ട്. അപ്പോൾ അതിൽ മുതലൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി അതിൽ കൂടെ റൈഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നും, പിന്നെ അതുകൂടാതെ നമ്മൾ അതിൽ കൂടെ വാക്ക് വേ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുതലുള്ളത്. കാരണം പണ്ട് രാജാക്കന്മാരൊക്കെ താമസിച്ചിരിക്കുന്നിടത്തോട്ട് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കാരണം ആക്രമണങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ മുതലേനെയൊക്കെ ഇട്ടേക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഇട്ടിരുന്ന മുതലേനെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് മുതലകളൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മളുടെ ഓട്ടോ ഡ്രൈവറും ആണെങ്കിലും പറഞ്ഞു നമ്മളോടിങ്ങനെ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ജേണി. കാരണം ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിഫൻറ്റ് റൈഡിൽ കയറണം എന്നാണ്. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ എലിഫൻറ്റ് റൈഡിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി എലിഫൻറ്റ് റൈഡിൽ കയറണം എന്ന് വിചാരിച്ച് വന്നപ്പോൾ പുള്ളി പറഞ്ഞു ജീപ്പാണ് നല്ലത് എലിഫൻറ്റ് റൈഡിനേക്കാളെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ എലിഫൻറ്റ് റൈഡ് തന്നെ പ്രിഫർ ചെയ്യണതുകൊണ്ട് നമ്മൾ എലിഫൻറ്റ് റൈഡ് തന്നെ കയറാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എലിഫൻ്റൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. എലിഫൻറ്റിൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യണത് 7:30 നമ്മൾ ഹോട്ടലിൽ നേരത്തെ പോകുന്നത് കാരണം തന്നെ 7:30 ആയപ്പോഴേക്കും നമ്മളിതേ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ വേഗം നമ്മളുടെ ആന റെഡിയായി നല്ല കുട്ടപ്പനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ നമ്മൾ കയറി ആനയിലിരുന്ന് ഫസ്റ്റ് റൈഡിന് പോകാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചീട്ട് തന്നില്ല. ആ ചീട്ടിൽ 1200 രൂപയാണ് നമ്മുടെ ഈ ആനയ്ക്ക്. നമ്മൾ ഒരു റൈഡ് നമുക്ക് എത്ര പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൃത്യം ആൾക്കാരെ പറയും. അപ്പോൾ നമ്മൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ആന. അപ്പോൾ ഈ ഒരു ആനയ്ക്ക് 1200 രൂപയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആനയിൽ കയറി മോനാണ് ഇരുത്തുന്നത്. അപ്പോൾ മോനെ അയാൾ കറക്റ്റായിട്ട് ഇരുത്തി. അതിനുശേഷം എന്നോട് പറഞ്ഞു. അപ്പോൾ മോനെ മിഡിലോട്ട് അവർ കുറച്ചും കൂടി, കാരണം രണ്ട് സൈഡിലോട്ട് പോകാതിരിക്കാൻ മിഡിലോട്ട് കൃത്യമായിട്ട് കയറ്റി ഇരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങളെ അപ്പുറവും ഇപ്പുറവും ഇരുത്തി, ചെറിയ ആളെയും നടുവിലിരുത്തി. അങ്ങനെ സെറ്റ് ചെയ്തു. കാരണം നല്ല രീതിക്ക് അവർ ഇരിക്കാൻ വേണ്ടി അവർക്ക് ഓൾറെഡി അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് ഇരുത്തി കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ അവർ ഓൾറെഡി നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തന്നു. നമ്മുടെ എലിഫൻറ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്ക് ഭയങ്കര രസമായിട്ട് കുറച്ച് നേരം നമുക്ക് നല്ല രസമായിട്ട് തോന്നി. പക്ഷേ ഇതൊരു കുത്തനെയുള്ള ഏരിയയിൽ കൂടിയാണ് നമ്മൾ ഈ റൈഡ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന പാവം ഭയങ്കരമായിട്ട് അത് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അയ്യോ പാവം ആന. ഈ രാവിലെ തന്നെ നമ്മൾ ആദ്യം തന്നെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകൾ ഒരുപാട് റൈഡൊക്കെ ചെയ്ത് ടയേർഡാകുമ്പോൾ അതുങ്ങൾക്ക് നമ്മളെ ക്യാരി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വെയിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂടെ നടക്കുകയൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ രാവിലെ തന്നെ വന്നത്. നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ മുകളിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ 7:30 ആയപ്പോഴേക്കും നമ്മുടെ ജേണിയും സ്റ്റാർട്ട് ചെയ്തു. അമീർ ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജാക്കന്മാർ പോയിരുന്ന എൻട്രൻസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എൻട്രൻസിൽ കൂടെ അവരുടെ വാഹനങ്ങളായ കുതിരകൾ, അതുകൂടാതെ ആനകൾ, ഇതിൽ കൂടെയൊക്കെയാണ് പോയിരുന്നത്. അപ്പോൾ പക്ഷേ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്, ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകില്ലേ എന്ന് വിചാരിച്ച് നമുക്ക് ആകെ വിഷമമായി. അപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റൈഡ് ഇപ്പോൾ കുറച്ച് ആയപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ വേണമെങ്കിൽ ഇറങ്ങാം, ആനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൊച്ചുങ്ങളെ മാത്രം കൂട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയൊന്നുമില്ല മാഡം, നിങ്ങൾ റൈഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോളൂ, നല്ല രസമല്ലേ ഇവിടെ ഇരുന്ന് എല്ലാം കാണാം. പക്ഷെ നമുക്ക് നല്ല രസമായിരുന്നു ഇവിടെ ഇരുന്ന് കാണാൻ. ഭയങ്കര പൊക്കത്ത് നിന്നിട്ട് നമുക്ക് ആ ഫുൾ ഫോർട്ട് മുഴുവൻ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ രാജാവ് പണ്ട് പോയിരുന്ന വഴികൾ, പിന്നെ ഓരോ ഗേറ്റുകൾ പ്രത്യേകതകളുണ്ട്. പിന്നെ അതുകൂടാതെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമുക്ക് അമീർ ഫോർട്ടിനെ ഏറ്റവും മുകളിൽ ചെന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോയ്ക്ക് അവർ പറഞ്ഞാൽ 50 രൂപയാണ്. പക്ഷേ നമുക്ക് 5 ഫോട്ടോ അവർ തന്നിട്ട് 500
റുപ്പീസ് പറഞ്ഞു. അത് അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് 100 രൂപ അടുത്ത് വരും. കാരണം ഒരു ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപയും പിന്നെ അതുകൂടാതെ അത് കഴുകി നമുക്ക് കയ്യിലോട്ട് തരുന്നതിന് 50 രൂപ കൂട്ടി 100 രൂപക്ക് ഫോട്ടോ അവർ എടുത്തു തന്നു. പിന്നെ ഇതേ കണ്ടോ, ഇതാണ് അവർ പറഞ്ഞ മുതലയുള്ള കുളം എന്ന് പറഞ്ഞത്. അപ്പോൾ മുതല ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മുതല ഉള്ളത് കൊണ്ട് തന്നെ ഈ നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കൊട്ടാരത്തിലോട്ട് പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് എത്തിപ്പെടാതിരിക്കാനായിരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൂടാതെ അന്ന് രാജാക്കന്മാരുടെ ഭരണകാലത്ത് ചെയ്തത് കൊണ്ടായിരിക്കാം അതിന്നും അവിടെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അതുകൂടാതെ ഒരുപാട് പ്രാവുകൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പ്രാവുകൾ നിറയെ പ്രാവുകളായിരുന്നു. അപ്പോൾ ഈ പ്രാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കുന്നു. മൈന അങ്ങനെയുള്ള ഒരുപാട് കിളികൾ ആ ഏരിയ നിറയെ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ എൻട്രൻസിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് എൻട്രൻസുകൾ നമ്മൾ പോകുമ്പോൾ പാലസിൻ്റെ ഇതിൽ ഉണ്ട്. നിങ്ങൾ കണ്ടോ, ഇതാണ് ഫോട്ടോ എടുക്കുന്ന ആൾ. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾ നമ്മളെ കൊണ്ട് കുറച്ച് പോസൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല ഭംഗിയുള്ള പോസുകളൊക്കെ അയാൾ ഫോട്ടോ ഒക്കെ കുറേ എടുത്തിട്ടുണ്ട്. അതും ഫോട്ടോയും ഞാൻ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പുള്ളി എടുത്ത ഫോട്ടോയിലും നമ്മളുടെ എടുത്ത ഫോട്ടോയാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. കാരണം നമ്മളുടെ ഫുൾ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ പുള്ളി എടുക്കുമ്പോഴാണല്ലോ കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഫുൾ ഫാമിലി എല്ലാം നമ്മൾ മാറി മാറി എടുക്കുകയാണെങ്കിൽ നമ്മളെടുത്ത ഫോട്ടോസ് തന്നെയായിരിക്കും കുറച്ചും കൂടി നല്ലത്. അവരുടെ ഫോട്ടോയ്ക്ക് അത്ര ക്ലാരിറ്റി കുറവാണ്. ചിലപ്പോൾ 100 രൂപയുടെ ഒരു ഫോട്ടോയുടെ അത്രയും ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ. അതായിരിക്കാം, എന്താണെന്നറിയില്ല. അപ്പോൾ ആ പേപ്പറിനൊരു ക്ലാരിറ്റി കുറവ് നമുക്കങ്ങനെ തോന്നി. ശിലാദേവി ടെമ്പിൾ ഉണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ കയറി ചെല്ലുന്ന ഇവിടെ തന്നെ ശിലാദേവി ടെമ്പിളാണ്. ഇതിവിടെ രാജാവ് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് മുഗൾ ആർക്കിടെക്ചറിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഈ ബിൽഡിങ് ഫുള്ളായിട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാജാക്കന്മാർ ഇരുന്നപ്പോൾ രാജാക്കന്മാർ പല പല വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഈ പാലസിൽ. അവിടെ ഏറ്റവും ഒരുപാട് രാജാക്കന്മാരുടെ വൈഫുകളും 12 വൈഫുകളൊക്കെ ഉള്ള രാജാക്കന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭാര്യമാരെ എങ്ങനെയാണ് താമസിപ്പിച്ചിരുന്നതെന്നും എല്ലാം നമുക്ക് അത് ഉള്ളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. പിന്നെ കണ്ടോ, ഇവിടെ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ പോലീസ് ഒരുപാട് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. നമ്മളുടെ അംബർ ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ കയറുന്നത്. ഇവിടെ നിന്നാണ് പൂജകളൊക്കെ നടത്തി രാജാക്കന്മാരെ ഉള്ളിലോട്ട് ആനയിക്കുന്ന ആ ഒരു ഗേറ്റാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ 2 ബീരങ്കികൾ അപ്പുറം ഇപ്പുറമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് പോലീസൊക്കെ നിൽക്കുന്നുണ്ട്, നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ അമീർ പാലസിൻ്റെ ഉള്ളിൽ. രാജസ്ഥാനിൽ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അമീർ ഫോർട്ട് എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ്, നല്ല ഭംഗിയാണ്. നമ്മളുടെ ജോധ അക്ബറിലൊക്കെ ഉള്ളത് ഈ പാലസാണ്. ഈ പാലസിൻ്റെ ഫുൾ ഭാഗങ്ങളും ജോധ അക്ബറിലുണ്ട്. നിങ്ങൾ ആ ഫിലിം കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളേരിയ കാണുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറങ്ങണ്ടേന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ക്ഷീണവും വിഷമമൊക്കെ. ആനനെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ആന രാവിലെ തന്നെ ഇവരിപ്പോൾ 12 മണിയാകുമ്പോൾ ഇവരുടെ റൈഡ് തീരും. കാരണം വെയിൽ കൂടി കഴിയുമ്പോഴേക്കും 8 മണി 7:30 തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യം 12 മണിയാകുമ്പോഴേക്കും റൈഡ് തീരും. അപ്പോൾ റൈഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആന പോകും. ആന പോയി റെസ്റ്റൊക്കെ എടുക്കും. പിറ്റേ ദിവസം മോർണിംഗിലാണ് പിന്നെ ആന റെഡിയായി വരുന്നത്. പക്ഷേ ഈ ചൂടെന്ന് വെച്ചാൽ അസഹനീയമായതുകൊണ്ട് ഈ ആനയൊക്കെ എങ്ങനെയാണ് ഇതിൽ പോണേന്നറിയില്ല. ഇനിയൊരു പ്രാവശ്യം കൂടി വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും എലിഫൻ്റ് റൈഡിൽ കയറാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുകയും ചെയ്തു. പിന്നെ ആ പാവങ്ങളെ നമ്മളതിൻ്റെ മുകളിൽ കയറി പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ആന റൈഡൊക്കെ നല്ലതാണ്. പക്ഷേ ആ ആനയ്ക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു ഭയങ്കര വിഷമം, അങ്ങനെ ഒരു ഫീല് നമുക്ക് വന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന നോക്കി നമ്മളെ ബ്ലെസ് ചെയ്യുകയാണ്. അങ്ങനെ പുള്ളി ഒരുപാട് വീഡിയോസൊക്കെ നല്ല ഗൈഡായിരുന്നു കേട്ടോ. ആനനെ ഓടിച്ചിരുന്ന ആൾ നല്ല വ്യക്തിയായിരുന്നു കേട്ടോ. പുള്ളി നമ്മളോട് ഓരോ പ്രാവശ്യവും നമ്മളോട് അഭിപ്രായങ്ങൾ ചോദിക്കും. അതുകൂടാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. രാജാവിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഇവിടെ മുതലയുടെ കുളത്തെക്കുറിച്ച്, പിന്നെ ആൾക്കാർ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഫോറിനേഴ്സ് ഒരുപാട് വരുന്നുണ്ടെന്നും എലിഫൻ്റ് റൈഡ് കൂടുതലായിട്ട് ഫോറിനേഴ്സാണ് നടത്തുന്നതെന്നൊക്കെ
എന്നൊക്കെ പറഞ്ഞു പുള്ളി. പിന്നെ അമീർ പാലസിൻ്റെ ഇത് കണ്ടു മോളൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളിപ്പോൾ അമീർ പാലസിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഗൈഡ് എടുക്കാമെന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗൈഡ് എടുത്താലാണ് കൂടുതൽ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ എന്തായാലും ഒരു ഗൈഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ ഇത് നമ്മളിത് എലിഫൻറ്റ് റൈഡിൽ ലാസ്റ്റ് സെക്ഷനിലോട്ട് എത്തിക്കഴിഞ്ഞു. എലിഫൻറ്റിൻ്റെ റൈഡ് നമ്മളിത് നിൽക്കാൻ പോകുന്ന സ്ഥലമാണ്. എലിഫൻറ്റ് റൈഡിൻ്റെ നിൽക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു ചേച്ചി അവിടെ ക്ലീനൊക്കെ ചെയ്തിടുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് എല്ലാം ക്ലീനിങ്ങിൻ്റെ ടൈമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈകിയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ്. ഇപ്പം തന്നെ നമുക്ക് നല്ല ചൂടായിട്ട് തോന്നുന്നു. അപ്പോൾ കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ പുള്ളി പറഞ്ഞു ഫോട്ടോ നമ്മൾ ഞാനും പിള്ളേരും കൂടി ഇടുന്നു, ഫോട്ടോ എടുത്തു. അപ്പോൾ ആന അതിൻ്റെ തുമ്പിക്കൈയൊക്കെ ചുരുട്ടി വെച്ചു, നല്ല ഭംഗിയായിട്ടൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഹസ്ബൻഡും ഞാനും കൂടി നിന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും മാറി മാറിയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോഴേക്കും സമയമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റായി പോകുമല്ലോ. നമ്മൾ 1200 രൂപയാണ് റൈഡിലെങ്കിലും നമ്മളൊരു 1500 രൂപ കൊടുത്ത് ആനയ്ക്ക് തീറ്റയൊക്കെ മേടിച്ചു കൊടുക്കാൻ പുള്ളിക്ക് കൊടുത്തു. കാരണം ആന നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസം എന്ന് വെച്ചാൽ പാവം ആന അത് നല്ല നമ്മളോട്ട് കോപ്പറേറ്റ് ചെയ്തു, നല്ലോണം കോപ്പറേറ്റ് ചെയ്തു. പാവം അത്രയും കുത്തനെയുള്ള സ്റ്റെപ്പിൽ ഇങ്ങനെ കയറി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, അതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമുക്ക് അതിലിരുന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമായി തോന്നി. അങ്ങനെ ടിപ്പൊന്നും കൊടുക്കണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ടിപ്പ് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം അത് പാവം അതിന് വല്ല ഫുഡോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ അമീർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ഒരുപാട് ഗൈഡുകളുണ്ട് അമീർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് നമ്മളുടെ നേരെ വന്നു ചോദിച്ചു. നമ്മളപ്പോൾ ഒരു ഗൈഡിനെ സെലക്ട് ചെയ്തു. അപ്പോൾ പുള്ളി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. അപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഞാൻ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. Singh means lion, Pol means door. Built by King Jaisingh II in 17th century, only first courtyard. Old palace completed in 137 years. Three king built this palace, started by Mansingh, Jaisingh first, Jaisingh second. 3 generation is finished. Right now we are visiting 16th century Amer Palace. But before 16th century, the royal family residence was downside. Downside old Amer Palace, 1000 years old palace. You know Jodhabai? Jodhabai, Akbar. Jodhabai Palace downside. When we go outside, then I'll show the Jodhabai Palace. Okay? ഒരുപാട് നല്ല ഫോട്ടോസുകൾ നമ്മളുടെ ഗൈഡ് എടുത്ത് തന്നു. അപ്പോൾ ഈ പാലസിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഈ പാലസിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വലിയ ലെങ്തി ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഈ പാലസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അതാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ പാലസിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി. അതുകൂടാതെ പാലസിലിരുന്ന് പുള്ളിയെടുത്ത ഫോട്ടോസ് ഞാൻ നമ്മളുടെ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലസിൻ്റെ ഓരോ പാർട്സും നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്.